ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ എടുത്തിട്ട് ഒരുപാട് നാളായി. ഞാൻ എല്ലാ വീഡിയോസ് എടുക്കുമ്പോഴും എൻ്റെ എല്ലാ ഫുൾ ലെങ്ത് വീഡിയോ എടുക്കുമ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട്. കാരണം ഒരു വീഡിയോ എടുത്ത് അടുത്ത വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സാധനം കിട്ടുന്നില്ല. അത് കിട്ടുന്ന സമയത്ത് എനിക്ക് അതിനുള്ള ടൈമും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊന്ന് വീഡിയോ എടുക്കാം എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇതും ഒരു കുക്കിംഗ് വ്ലോഗ് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനമാണ്. വേറെ ആരും ഈ ലോകത്തുണ്ടാക്കാത്ത അല്ലെങ്കിൽ പരീക്ഷിക്കാത്തൊരു സാധനം, ചിക്കൻ കറി. ഞാൻ ഈ നോക്കുന്നത് എൻ്റെ സോളൂനെയാണ് കേട്ടോ. അവൾ ഈ പരിസര പ്രദേശത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്, നോക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും ചിക്കൻ കഴിക്കത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ആറിലോ സംക്രാന്തിക്കോ ചിക്കൻ കഴിച്ചെങ്കിലായി. അപ്പോൾ എനിക്കൊരു ആസൈ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആസൈ. എനിക്ക് ചിക്കൻ കഴിക്കാൻ ആഗ്രഹമുള്ളപ്പം ഞാനിങ്ങനെ പറയും, ചിക്കൻ ഉണ്ടാക്കി തരാമോ? അപ്പോൾ അവർ പപ്പയാണ് കൂടുതലും നോൺ വെജിൻ്റെ സ്പെഷ്യൽ ചെയ്തിരിക്കുന്നത്. അപ്പം പപ്പ ഉണ്ടാക്കിത്തരും. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്ന് പപ്പയടുത്ത് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചിക്കൻ ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ള ഒരിത്. സോ അപ്പം ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാകും, ഫ്ലോപ്പാവോ നല്ലതാവോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാണ്. ഇപ്പം പപ്പയും മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് വരുമോ? ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ മനസ്സിലൊരു സംഭവമുണ്ട്. ഫൈനൽ അതെങ്ങനെ ഇരിക്കണം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയായിരിക്കണം, ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതായില്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ബാഡ്, ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തല്ലോ, അറ്റ്ലീസ്റ്റ് ഞാൻ അതിനൊന്ന് ട്രൈ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് ആഹാ എന്നുള്ളൊരു സാധനം. എന്തായാലും ഞാനപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡും ഞാൻ ഉണ്ടാക്കുന്ന രീതിയും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. സോ വായോ. ഹായ് 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 എക്സ്ക്യൂസ് മീ, ഒന്ന് മൈൻഡ് ചെയ്യോ? ഇല്ല, സോറി, താല്പര്യകക്ഷിയല്ല. അപ്പോൾ നമ്മുടെ സീൻ കിച്ചണിലോട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇൻട്രൊഡക്ഷനിൽ. പക്ഷേങ്കിൽ ചിക്കൻ കണ്ടപ്പോൾ ഐ തോട്ട് ഇത്രയും നമ്മൾ ചിക്കൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് കളയാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് പപ്പയുടെ മേൽനോട്ടത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ മുന്നത്തെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നോൺ വെജിൽ പപ്പയുടെയും മമ്മിയുടെയും ഒരു തട്ട് നോക്കുകയാണെങ്കിൽ പപ്പയുടെ തട്ട് തന്നെ ഇരിക്കും. കാരണം നോൺ വെജിൽ സം സ്പെഷ്യലിസ്റ്റാണ്, വേറെ ലെവൽ ഓഫ് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ പപ്പയുടെ ഒരു മേൽനോട്ടത്തിൽ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി തന്നത് പപ്പയാണ്. സോ അതിനകത്ത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, നമ്മൾ റോ കുരുമുളക് വാങ്ങിച്ചിങ്ങനെ പൊടിക്കും കേട്ടോ. കുരുമുളക് പൊടിയായിട്ട് വാങ്ങിക്കത്തില്ല. അപ്പോൾ ആ കുരുമുളക് നമ്മൾ പൊടിച്ച്, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇതൊക്കെ നമ്മൾ പൂവ്, ഇതെല്ലാം നന്നായിട്ട് പൊടിച്ച് ആവശ്യത്തിന് കേട്ടോ. എനിക്ക് ഒത്തിരി ഇതിൻ്റെ ആ കുത്തുന്ന മസാല മണവും മസാല ടേസ്റ്റും ഒന്നും എനിക്കിഷ്ടമല്ല. സോ ഇതെല്ലാം നമ്മുടെ കഴുകി വെച്ച ചിക്കനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് നല്ല പരുവത്തിലായിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എൻ്റെ ഫാദർജിയുടെ ആ ഒരു എന്താ പറയുക, അതിന് എനിക്കിങ്ങനെ അളവൊന്നും പറയാൻ അറിയത്തില്ല, എത്ര എന്നൊക്കെ. നമ്മൾ ആവശ്യത്തിന് മസാല നന്നായിട്ട് ചിക്കനിൽ പിടിപ്പിച്ച് വെക്കാൻ വേണ്ടി ഒരു 1/4 മണിക്കൂർ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം. ദെൻ നമുക്ക് ചോപ്പ് ചെയ്യാം. എന്തൊക്കെ, തക്കാളിക്ക, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, സബോള, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ദെൻ നമ്മൾ ഉരുളി എടുക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു. എല്ലാത്തിനും ഓരോരോ വേവുണ്ട്. സോ നമ്മളെല്ലാം കൂടെ വാരി വലിച്ച് ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു
പല വേവാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. സോ നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തു, ദെൻ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇഞ്ചിയൊക്കെ നല്ല എണ്ണയ്ക്കകത്ത് ഇങ്ങനെ മുരുമുരാന്ന് ആ മുരിയുന്ന മണവും ആ ടേസ്റ്റും എനിക്കിഷ്ടമാണ്. അതിന് പച്ചയ്ക്ക് കടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മൾ അതിനകത്ത് സബോള, കൊച്ചുള്ളി, പിന്നെ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ബിക്കോസ് ആവശ്യത്തിന് കുരുമുളകും മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വരണം. എനിക്ക് ഈ തക്കാളിക്കായിട്ട് അങ്ങനെ കാണുന്നതിനോട് വലിയ താല്പര്യമില്ല. അതിങ്ങനെ വെന്ത് എല്ലാ അരപ്പൊക്കെ ഇങ്ങനെ മിക്സായിട്ട് വരത്തില്ലേ, നമ്മൾ ആ ഒരു പരുവത്തിൽ എനിക്ക് ചിക്കൻ കറി ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം, ഒറ്റയടിക്ക് ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോട്ടായി വരുന്ന സമയത്ത് വീണ്ടും കുരുമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുരുമുളക് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മൾ പയ്യെ നമ്മുടെ ഓരോരോ മസാലകൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ മുളക് പൊടി, സാധാ മുളക് പൊടി കേട്ടോ കൊടുത്തത്. അല്ല, കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കളറ് വരും, ചുമല കളർ വരും. അത് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിക്കൻ മസാലയാണ് ഏറെ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് ലേശം വെള്ളം കൂടെ ഇട്ട് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ടെടുത്ത് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിനകത്ത് ബബിൾ വരുന്ന സമയത്ത് നമ്മൾ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ആ ഒരു ചിക്കനിലേക്ക് ലേശം ആ ഗ്രേവി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ലേശം ഒരു കുമ്പിള് വെള്ളം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ കുമ്പിള് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ആ ഗ്രേവി ഒന്ന് ലൂസാക്കണം. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ചിക്കൻ നമ്മൾ ഈ ഒരു തിക്ക് ഗ്രേവിയിലിട്ട് വേവിക്കുമ്പോൾ ആ സൂപ്പും കൂടെ ഇറങ്ങും. ചിക്കനിലെ ആ സൂപ്പ് മീൻസ് വെള്ളം കൂടെ ഇറങ്ങി അതൊരു സൂപ്പായിട്ട് മാറും. അപ്പോൾ ആ സൂപ്പിൻ്റെ ടേസ്റ്റും ആ ഗ്രേവിയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഈ ഒരു കറിയിൽ ചേർന്ന് നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വെള്ളമൊന്നും ലാസ്റ്റ് കറി തിളച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടാവത്തില്ല, ലേശം കൂടെ കുറയും. ലേശം നല്ല കുറച്ചേറെ കുറയും. പിന്നെ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഫൈനൽ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഈ തിളച്ച് വരുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ അങ്ങ് കോരി ഒഴിക്കുക വെച്ചാൽ ഒരുപാട് കോരിയൊന്നും ഒഴിക്കത്തില്ല, ലേശം, അറിയാമല്ലോ, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ആഹാ, ഉരുളി തുറക്കുമ്പോൾ എന്ത് മണമെന്നറിയാമോ. അപ്പോൾ ഇതാണ് പപ്പയുടെ മേൽനോട്ടത്തിൽ ഞാൻ വെച്ച ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗ് നമുക്ക് കാണാം കേട്ടോ. അതുവരെയും ടാറ്റാ.